Hi everyone, I'm Dr. Varsha and welcome to Dr. Varsha's Eye Space. ഡയബറ്റിസ് ഉള്ളവരോട് എല്ലാവരും പറയുന്ന കാര്യമാണല്ലേ പച്ചക്കറികൾ നല്ലോണം കഴിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടായിരിക്കും ഏത് പച്ചക്കറി എത്ര അളവിൽ, അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും ഡയബറ്റിസിന് സേഫ് ആണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ഡയബറ്റിസിൽ എന്തുകൊണ്ടാണ് പച്ചക്കറി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെച്ചാൽ പച്ചക്കറികളിൽ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ കലോറി വളരെ കുറവാണ്, ഷുഗർ ലെവൽ മെല്ലെ മാത്രമേ കൂടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് വയറൊരു ഫുള്ളായ ഒരു ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്ലേറ്റിൻ്റെ പകുതിയോളം പച്ചക്കറി തന്നെ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പച്ചക്കറികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ഇലക്കറികൾ. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ചീര, മുരിങ്ങയില, കറിവേപ്പില, കാബേജ്, മത്തൻ ജീരകം തുടങ്ങിയവ. ഇവ നമ്മളെ കാർബ്സ് വളരെ കുറവായതിനാലും ഫൈബർ, മഗ്നീഷ്യം ഒക്കെ ഉള്ളതിനാലും ഇൻസുലിൻ ഫംഗ്ഷൻ മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് അറിയപ്പെടുന്ന തന്നെ സൂപ്പർ വെജിറ്റബിൾസ് എന്നാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബ്രോക്കോളി, കോളിഫ്ലവർ, കാബേജ്, ബ്രസൽസ് സ്പ്രൗട്ട് ഒക്കെ ആണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇത് ഷുഗർ ലെവൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും, അതുപോലെ തന്നെ ക്യാൻസർ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, അതുപോലെ നമ്മളെ ഗട്ട് ഹെൽത്തും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്തരം വെജിറ്റബിൾസ് ഒരിക്കലും വറുത്ത് കഴിക്കാൻ പാടില്ല. അതിന് പകരം സ്റ്റീം ചെയ്തോ അല്ലെങ്കിൽ സ്റ്റിർ ഫ്രൈ ചെയ്തോ ആണ് കഴിക്കേണ്ടത്. ചെറിയ എണ്ണ, കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇന്ത്യൻ കിച്ചണിലെ ഡയബറ്റിക് ഫ്രണ്ട്ലി സ്റ്റാർസ് എന്ന് പറയാൻ പറ്റുന്നവ തന്നെയാണ് ഗോഡ്സ്. അതിൽ നമുക്ക് പാവയ്ക്ക എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഡയബറ്റിസ് കൺട്രോളിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് പാവയ്ക്ക. അതുപോലെ മറ്റ് എക്സാമ്പിൾസ് ആണ് വെണ്ടയ്ക്ക, ചുരക്ക, കുമ്പളങ്ങ, റിഡ്ജ് ഗാർഡ് ഒക്കെ തുടങ്ങിയവ. ഇവയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്, അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഷുഗർ ലെവൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. ഈ കാറ്റഗറിയിൽ വരുന്ന വെജിറ്റബിൾസ് ആണ് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ കോളിഫ്ലവർ, തക്കാളി, വെള്ളരിക്ക ഒക്കെ തുടങ്ങിയവ. ഇതിൽ ക്യാരറ്റും ബീട്രൂട്ടും ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാം. ബാക്കിയുള്ളവയൊക്കെ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റാർച്ച് കണ്ടന്റ് കൂടുതലുള്ള ഉരുളക്കിഴങ്ങ്, കപ്പ, ചേന, ചോളം, മധുരക്കിഴങ്ങ് തുടങ്ങിയവയൊക്കെ നമ്മൾ ആഴ്ചയിൽ 1-2 തവണ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പാചകം ചെയ്യുന്നത് എങ്ങനെയെന്നതും ഡയബറ്റിസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് ആയി കഴിഞ്ഞാലും നമ്മളത് എണ്ണയിൽ മുക്കി പൊരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കാര്യമില്ലാതെ ആവും. അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടത് ഡീപ് ഫ്രൈ ചെയ്യാതിരിക്കുക, അതുപോലെ ക്രീമി ആയിട്ടുള്ള കറികളൊക്കെ അധികം കഴിക്കാതിരിക്കുക, എണ്ണ മാക്സിമം കുറയ്ക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ ഒന്നുകിൽ സ്റ്റീം ചെയ്ത്, അല്ലെങ്കിൽ ബോയിൽ ചെയ്ത്, അല്ലെങ്കിൽ സ്റ്റിർ ഫ്രൈ ചെയ്ത് നമുക്ക് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാവുന്നതാണ്. റോ വെജിറ്റബിൾസ് ആയ കക്കിരി, ക്യാരറ്റ്, സാലഡ് തുടങ്ങിയവ, അതുപോലെ തന്നെ കുക്ക്ഡ് ആയിട്ടുള്ള ചീര, ബ്രോക്കോളി, കോളിഫ്ലവർ ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു മീലിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മളത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ മെയിനായിട്ട് ഡയബറ്റിസിൽ ഫോളോ ചെയ്യേണ്ടത്. റോ ആയാലും കുക്ക്ഡ് ആയാലും അത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കൊരു ഗുഡ് പ്ലേറ്റിൻ്റെയും ബാഡ് പ്ലേറ്റിൻ്റെയും എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ഗുഡ് പ്ലേറ്റ് ആണെങ്കിൽ കുറച്ച് ചോറ് അല്ലെങ്കിൽ റോട്ടി, അതുപോലെ തന്നെ വെണ്ടയ്ക്ക കറി, കാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തത് നമുക്കൊരു ഗുഡ് പ്ലേറ്റ് ആയിട്ട് കണക്കാക്കാവുന്ന. ബാഡ് പ്ലേറ്റ് പറയുമ്പോൾ കൂടുതലായിട്ട് ചോറെടുക്കുക, പിന്നെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ്, ഒരുപാട് എണ്ണയിൽ വറുത്ത കറികൾ, അതൊക്കെ കൂടുന്നതാണ് ബാഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഗുഡ് പ്ലേറ്റ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡയബറ്റിസിൽ ഒരു മീലിൽ 2 to 3 കപ്പ് പച്ചക്കറികൾ ഏറ്റവും കുറഞ്ഞത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ എത്ര കൂടുതൽ പച്ചക്കറി ഇൻക്ലൂഡ് ചെയ്യുന്നോ അത്ര തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ വെറും മരുന്ന് മാത്രം പോരാ, പച്ചക്കറികളിലും നിങ്ങൾ നിത്യമരുന്നാണ്. പ്രോപ്പർ ക്വാണ്ടിറ്റിയിൽ പ്രോപ്പർ ടൈമിൽ എന്തൊക്കെ പച്ചക്കറികൾ കഴിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയബറ്റിസ് മാനേജ്മെൻറ്റിൽ. അപ്പോൾ ഈ ഒരു രീതി പ്രോപ്പറായി ഫോളോ ചെയ്ത് നോക്കൂ, മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോളോ ചെയ്യുക. താങ്ക് യു.